ഇതേ സമയം യാദവിൻ്റെ കണ്ണുകളും ഒന്ന് വിടർന്നു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമരുന്നതിൻ്റെ കൂടെ അവളെ അവനോട് ചേർത്ത് പിടിച്ചിരുന്നു. അവൻ പതിയെ തനിക്ക് നേരെ താഴ്ന്നു വരുന്ന അവൻ്റെ മുഖം കണ്ടതും ആമിയുടെ ഉള്ളിൽ പരിഭ്രമം നിറഞ്ഞു. എന്നാൽ അവളുടെ കണ്ണുകളിലെ പിടപ്പ് മനസ്സിലാക്കി അവൻ അവളുടെ നെറ്റിയിലേക്ക് തൻ്റെ ചുണ്ട് ചേർത്തു. അത്യധികം പ്രണയത്തോടെ അവളും കണ്ണുകൾ അടച്ച ആ പ്രണയം സ്വീകരിച്ചു. അവൻ്റെ ചുണ്ടുകൾ നെറ്റിയിൽ നിന്ന് ആ തുടുത്ത കവിളിലേക്ക് പോയി. ആ കവിളുകളിലെ ചുംബനം അവസാനിച്ച് അത് ആ ചുണ്ടിലേക്ക് എത്തി നിന്നു. അവൻ്റെ ചുണ്ടുകൾ നെറ്റിയിൽ നിന്ന് ആ തുടുത്ത കവിളിലേക്ക് പോയി. ആ കവിളുകളിലെ ചുംബനം അവസാനിച്ചത് ആ ചുണ്ടിലേക്ക് എത്തി നിന്നു. ഒരു നിമിഷം ആമിയുടെ കണ്ണുകളും അവനെ തന്നെ നോക്കി നിന്നു. ഇന്നുവരെ അവനിൽ കാണാത്ത മറ്റൊരു ഭാവം. തൻ്റെ ചുണ്ടിനടുത്തേക്ക് നീങ്ങി വരുന്ന അവൻ്റെ മുഖം കണ്ടതും ആമിയുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ കൂമ്പിയണഞ്ഞുപോയി. അവളും ആ ചുംബനം സ്വീകരിക്കാൻ അത്രത്തോളം ആമിയും അവനിൽ അടിമപ്പെട്ടു പോയിരുന്നു. അവൻ്റെ ഓരോ ശ്വാസവും അവളിൽ വല്ലാത്തൊരനുഭൂതിയായിരുന്നു നിറച്ചത്. ഇതുവരെ തോന്നാത്ത, ഇതുവരെ തന്നിൽ അനുഭവിക്കാത്ത വല്ലാത്തൊരനുഭൂതി. അവളുടെ ആ പ്രവൃത്തി തൻ്റെ പ്രവൃത്തി തുടരാനുള്ള ഊർജമായാണ് അവന് തോന്നിയത്. പതിയെ അവളുടെ ചുണ്ടോട് അവൻ്റെ ചുണ്ട് ചേർന്നു. ആ തുടുത്ത ചുണ്ടുകളിൽ നിന്നൊന്ന് മുത്തിയതിന് ശേഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ മേൽ ചുണ്ടിനെ നുണഞ്ഞു തുടങ്ങിയിരുന്നു. അവളിൽ നിന്നും ഒരു മൂളൽ പുറപ്പെട്ടു. തന്നിൽ വന്ന് പൊതിയുന്ന അവൻ്റെ ചുണ്ടിൻ്റെ മാർദ്ദവത്തിൽ ആമിയിൽ നിന്നറിയാതെ ആ ശബ്ദം പുറത്തേക്ക് വന്നത്. അത് അവൻ്റെ ആവേശം കൂട്ടുകയാണ് ചെയ്തത്. അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈ ചേർത്ത് അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് അവളുടെ ചുണ്ടിനെ പൂർണ്ണമായും അവൻ തൻ്റെ വായിലേക്കാക്കി. തീവ്രമായൊരു ചുംബനം, പൂവിൽ നിന്നും തേൻ നുകരുന്ന വണ്ടിനെ പോലെ പതിയെ തുടങ്ങിയ ചുംബനം അതിൻ്റെ തീവ്രതയിലെത്തി. എത്ര നുണഞ്ഞിട്ടും അതിവരാത്ത വല്ലാത്തൊരനുഭൂതി രണ്ടുപേരിലും നിറഞ്ഞു. ആ AC-യുടെ തണുപ്പിലും രണ്ടുപേരുടെ ശരീരവും വിയർക്കാൻ തുടങ്ങി. ആമിയുടെ കൈ അവൻ്റെ പുറത്തമർന്നു. അവളുടെ നഖത്തിൻ്റെ വേദനയൊന്നും യാദവ് ആ സമയം അറിയുന്നുണ്ടായിരുന്നില്ല. അത്രത്തോളം അവളുടെ ആദരങ്ങളിൽ അവൻ അടിമപ്പെട്ടു പോയിരുന്നു. അത്രത്തോളം സോഫ്റ്റും മധുരവുമായി തോന്നി യാദവിന് അവളുടെ ആദരങ്ങൾ. ആവേശത്തോടെ, അത്യധികം പ്രണയത്തോടെ അവളുടെ ചുണ്ടിനെ നുണയുമ്പോൾ ആമിയുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൽ തെരുത്തു പിടിച്ചിരുന്നു. എന്നാൽ അവളുടെ കീഴ്ചുണ്ടിൽ നിന്ന് അവൻ്റെ ചുണ്ടുകൾ അവളുടെ മേൽ ചുണ്ടിലേക്ക് പോയതും ആവേശത്തോടെ അവൻ അതിനെയും വായിലാക്കി. അതോടെ അവളുടെ സാരിയെ ഇടുപ്പിൽ നിന്ന് വകഞ്ഞു മാറ്റി അവിടെ കൈയമർത്തുമ്പോൾ തൻ്റെ ഉള്ളിലൂടെ ഒരു വിറയിലാമിക്ക് കടന്നു പോയതുപോലെ തോന്നി. എന്നാൽ അപ്പോഴും തൻ്റെ ചുംബനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു യാദവ്. അവൻ ആ സമയം മറ്റൊരു ലോകത്തായിരുന്നു. അവളുടെ പതുപത് തണിവയറിനെ പതിയെ തലോടുന്നതിനോടൊപ്പം തന്നെ അവളുടെ ആദരങ്ങൾ കടിച്ചും നുണഞ്ഞും അവൻ ആസ്വദിച്ചുകൊണ്ടിരുന്നു. പഞ്ഞി പോലെയുള്ള അവളുടെ അണിവയറിൽ യദുവിൻ്റെ കൈ എന്തിനോ വേണ്ടി പരതി. അതേസമയം തന്നെയാണ് അവളുടെ നാഭിച്ചുഴിയിൽ അവൻ്റെ വിരലെത്തി നിന്നത്. അതിന് ചുറ്റുമെന്ന് അവൻ വട്ടം വരച്ചു. എന്തോ അതിൻ്റെ ആഴമളക്കാൻ അവന് വല്ലാത്ത കൊതി. വീണ്ടും വീണ്ടും അവൻ്റെ വിരലുകൾ അതിന് ചുറ്റും ഓടിക്കൊണ്ടിരുന്നു. വളരെ പതിയെ, അതിനനുസരിച്ച് വളരെ തീവ്രമായി അവളുടെ ആദരങ്ങളിൽ അവൻ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. ആമിയിലേക്ക് അടുക്കുന്ന തൻ്റെ മനസ്സും ശരീരവും അവനെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചിരുന്നു. ചുണ്ടുകളിൽ നിന്ന് അടർന്നു മാറാൻ അവന് തോന്നിയിരുന്നില്ല. അത്രത്തോളം മധുരമായിരുന്നു. കീഴ്ചുണ്ടിൽ നിന്ന് മേൽചുണ്ടിലേക്ക് അവൻ്റെ ചുംബനം വീണ്ടും ദിശ മാറി. ആമിയും അത് സ്വീകരിച്ചു. അവളിലെ വിയർപ്പു കണങ്ങൾ പോലും അവന് വല്ലാത്തൊരാവേശമായി. ആമിയും തൻ്റെ ചുംബനം ആസ്വദിക്കുന്നു എന്നറിഞ്ഞതും യദുവിന് എന്ത് ചെയ്യണമെന്നറിയാത്ത വല്ലാത്തൊരവസ്ഥ. അത്രത്തോളം ആമി എന്ന പെണ്ണിലേക്ക് അവൻ അടിമപ്പെട്ടു പോയിരുന്നു. അവളിലെ പ്രണയത്തിലേക്ക്. കാമമായിരുന്നില്ല മുന്നിട്ട് നിന്നിരുന്നത്, പ്രണയം. ആമിയോടുള്ള അടങ്ങാത്ത യാദവഗ്നയ്ക്ക് തോന്നുന്ന പ്രണയം. അതായിരുന്നു അവനിലപ്പോൾ മുന്നിട്ട് നിന്നിരുന്നത്. മേൽചുണ്ടിനെ കടിച്ചു നുണഞ്ഞൊന്ന് വിട്ട് അവളെ ഒന്ന് നോക്കിയതും ചുവന്ന് തുടുത്ത് നിൽക്കുന്ന ആമിയെ കണ്ടതും അവൻ്റെ കൺട്രോള് പോയി. വീണ്ടും അവളുടെ കീഴ്ചുണ്ടിനെ കടിച്ച് പല്ലിനിടയിലൂടെ നാവ് അവളുടെ നാവിനെ ചുഴറ്റി വലിച്ചു. ആമിയൊന്ന് ഉയർന്നു പൊങ്ങി. അതിനനുസരിച്ച് ആമിയുടെ കൈ അവൻ്റെ മുടിയിലും ഷർട്ടിലും അമർന്നുകൊണ്ടിരുന്നു.
യാദവ് ആ സമയം അപ്പോഴും ആമിയിൽ മാത്രം അടിമപ്പെട്ടു. അവളടിച്ച പെർഫ്യൂമിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധം അവനെ മറ്റൊരു ലോകത്തെത്തിച്ചിരുന്നു. അത്രത്തോളം ആ ഗന്ധത്തെ പോലും അവൻ പ്രണയിച്ചു, ആസ്വദിച്ചു. അവളുടെ മേൽചുണ്ടിന് മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിയർപ്പ് കണങ്ങളെ പോലും അവൻ നുണഞ്ഞെടുത്തു. യാദവിൻ്റെ ഓരോ പ്രവൃത്തി കാരണം ആമിയുടെ ശരീരം വെട്ടി വിയർത്തുകൊണ്ടിരുന്നു. രണ്ടുപേരും പ്രണയം തുറന്നു പറഞ്ഞിട്ടും ഇങ്ങനെ ഒരു പ്രവൃത്തി ആദ്യമായി. അത് രണ്ടുപേരും ഒരുപാട് ആസ്വദിച്ചിരുന്നു. യദു അപ്പോഴും അവളുടെ ചുണ്ടിൻ്റെയും നാവിൻ്റെയും മാസ്മരികതയിൽ ലയിച്ചു പോയിരുന്നു. അതിനിടയിൽ അവൻ്റെ തള്ളവിരൽ അവളുടെ നാഭിച്ചുഴിയിൽ അമർന്നു. ആ സമയം തന്നെ ആമിയിൽ നിന്നൊരു ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു. അതുപോലെ അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവളിൽ വല്ലാത്തൊരു വിറയൽ. തൻ്റെ ശരീരം ഒരപ്പൂപ്പൻ താടി പോലെ പാറിപ്പറക്കുന്നത് പോലെ തോന്നി ആമിക്ക്. അത്രത്തോളം അവൻ്റെ ഓരോ സ്പർശനവും ചുംബനവും അവൾ അടിമപ്പെട്ടു പോയിരുന്നു. അവൻ്റെ ഓരോ പ്രവൃത്തിയും തന്നെ വിവശയാക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങി. തന്നിലും വല്ലാത്തൊരു വികാരം പൊതിയുന്നത് അവൾ അറിഞ്ഞു. യദുവിൻ്റെ തീവ്രമായ ചുംബനം ആസ്വദിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് ആമിയും അവൻ്റെ ആദരങ്ങളെ നുണയാൻ തുടങ്ങിയത്. അത് യദുവിൽ ആദ്യ ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. എങ്കിലും പിന്നെ അവളുടെ ആ ചുംബനം അവൻ കണ്ണടച്ച് ആസ്വദിച്ചു. അത്രത്തോളം സോഫ്റ്റായിരുന്നു അവളുടെ ഇരുവാദരങ്ങളും. അതിനനുസരിച്ച് അവൻ്റെ വിരലുകൾ അവളുടെ നാഭിച്ചുഴിയിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. അവിടെ ചുംബിച്ച് നുണയാൻ അവനൊരു ഒത്തിരി കൊതി തോന്നിയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം അതിന് പറ്റില്ല എന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ആമിക്ക് താൻ ചെയ്തത് എന്താണെന്ന ബോധമുണ്ടായത്. അവൾ പെട്ടെന്ന് അവൻ്റെ ചാദരങ്ങളിൽ നിന്നും പിന്മാറി. ആ നിമിഷം തന്നെ യദു അവളുടെ ഇരുവാദരങ്ങളും ഒരുമിച്ച് കടിച്ചെടുത്ത് നുണഞ്ഞു. ചുണ്ടുകളിൽ നിന്ന് അടർന്നു മാറി അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നു. അവിടമാകെ അവൻ്റെ ചുണ്ടും നാവും അലയുമ്പോൾ അവനെ തന്നോട് ചേർത്ത് പിടിച്ചു ആമി. അവന് തനിക്ക് നൽകുന്ന വികാരത്തിൽ അവളിൽ നിന്ന് ശബ്ദങ്ങൾ വന്നുകൊണ്ടിരുന്നു. അവളിൽ നിന്ന് ഉയരുന്ന സീൽക്കാര ശബ്ദം അവനെ കൂടുതൽ അവളിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. അവളുടെ കഴുത്തിലെ ഞരമ്പിനെ അവൻ കടിച്ചു നുണഞ്ഞു. ആമിയുടെ ശരീരം വിയർക്കാൻ തുടങ്ങി. ഇതുവരെ തനിക്ക് പരിചിതമില്ലാത്ത യാദവായിരുന്നു ആ സമയം. കഴുത്തിലൂടെ അവൻ്റെ ചുണ്ടും നാവും സഞ്ചരിക്കുന്നതിനനുസരിച്ച് അവൻ്റെ കൈ അവളുടെ മാറിലൂടെയും അലഞ്ഞു നടന്നു. പെട്ടെന്ന് അവളുടെ നിറഞ്ഞു നിൽക്കുന്ന മാറിൻ്റെ മൃദുലത അവൻ്റെ കൈയിനെ അവിടെ പിടിച്ചു നിർത്തിയതുപോലെയായി. അത്രത്തോളം സോഫ്റ്റായിരുന്നു അവൻക്കവിടെ അനുഭവപ്പെട്ടത്. മാറിൽ അവൻ്റെ കൈ തലോടുന്നതറിഞ്ഞ നിമിഷം ആമിയൊന്ന് ഉയർന്നു പൊങ്ങി. അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വരികയും ചെയ്തു. കഴുത്തിൽ നിന്ന് യാദവ് അവൻ്റെ മുഖം ഉയർത്തി അവളെ ഒന്ന് നോക്കി. താൻ നൽകുന്ന ഓരോ ചുംബനത്തിലും വിവശയായി ചുമന്ന് തുടുത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ആമിയെ കാണെ യാദവിന് അവളെ മൊത്തത്തിൽ അങ്ങ് കടിച്ചു തിന്നാൻ തോന്നി. അത്രത്തോളം ചുമന്ന് തുടുത്തിരുന്നു അവൾ. അവളുടെ മുഖം കാണും തോറും അവനിൽ വികാരം കൂടിക്കൊണ്ടിരുന്നു. അവൻ തൻ്റെ കൈ മാറിൽ നിന്നും അടർത്തി മാറ്റി. ആ നിമിഷം തന്നെ അവൻ്റെ മുഖം അവളുടെ മാറിലേക്ക് അമർന്നിരുന്നു. അങ്ങനെ ഒരു കാര്യം അവനിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ആമിയുടെ ഉള്ളിൽ കറണ്ട് പാസ് ചെയ്യുന്നൊരു ഫീലായിരുന്നു. അവളുടെ കൈ അവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു. ആമിയിൽ നിന്ന് അവൾ പോലും അറിയാതെ ഒരു മൂളൽ പുറത്തേക്ക് വന്നു. യാദവാണെങ്കിൽ മറ്റൊരു ലോകത്തായിരുന്നു. ഒരപ്പൂപ്പൻ താടി പോലെ അവളുടെ മാറിൽ അവൻ പാറി പറന്നു. അത്രത്തോളം അവളുടെ പതുപതുത്ത പഞ്ഞി പോലെയുള്ള മാറിലെ മായിക ലോകത്ത് അവൻ അകപ്പെട്ടു പോയിരുന്നു. അവളുടെ ഇരുമാറിനെയും അവൻ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു. അവിടെ നേരിൽ കാണാൻ അവൻ ഒരുപാട് കൊതിച്ചു. പക്ഷേ ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല എന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സിന് മുകളിലൂടെ തന്നെ അവളെ കടിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു. ഒരു മാറിനെ അവൻ്റെ കൈ കൊണ്ട് ഞെരിച്ചുടച്ചതും അവളിൽ വേദന നിറഞ്ഞെങ്കിലും അവൻ്റെ ചുംബനങ്ങളിൽ ആ വേദന പോലും അവൾ മറന്നു. മാറിൽ നിന്നും അവൻ്റെ മുഖം ഉയർന്നു. ആ നിമിഷം തന്നെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഇറുക്കെ പുണർന്നുകൊണ്ട് വീണ്ടും അവളുടെ അതിരങ്ങളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങിയിരുന്നു. അവൾ എന്ന പെണ്ണിനെ മൊത്തത്തിൽ അവൻ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. ആമി അപ്പോഴേക്കും തളർന്നു. ആമിയുടെ ശരീരം തളർന്നുകൊണ്ടിരുന്നു. അവളുടെ കൈ അവൻ്റെ പുറത്തൂടെ സഞ്ചരിച്ചു. യദുവാണെങ്കിൽ അവളുടെ അതിരങ്ങൾ മാറി മാറി നുണഞ്ഞു. കീഴ്ചുണ്ടിൽ നിന്നും മേൽചുണ്ടിൽ നിന്നും കടിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു. ചുണ്ടുകളിൽ നിന്ന് അടർന്നു മാറി അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നു.
അവിടെയാകെ അവൻ്റെ ചുണ്ടും നാവും അലയുമ്പോൾ അവനെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു ആമി. അവന് തനിക്ക് നൽകുന്ന വികാരത്തിൽ അവളിൽ നിന്ന് ശബ്ദങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഒന്നുയർന്നു പൊങ്ങിയിരുന്നു. കൂടെ തന്നെ ചേർത്ത് ആ കഴുത്തിലേക്ക് ഏതു തൻ്റെ പല്ലുകൾ ആഴ്ത്തി. ഒരു സീൽക്കാരത്തോടെ ആമി അവൻ്റെ തോളിലേക്ക് നഖം താഴ്ത്തി ഒന്ന് ഉയർന്നു. പെട്ടെന്ന് കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടതും അതുവരെ സ്വയം മറന്നുനിന്ന ആമി അവനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി വേഗം കുഞ്ഞിനെ എടുത്തു. ആമി തന്നിൽ നിന്ന് അകന്നപ്പോൾ ഒരു നിമിഷം യദുവെന്ന് പകച്ചുപോയി. കഴിഞ്ഞ കാലത്തിൻ്റെ കരടുകൾ വല്ലതും അവളുടെ മനസ്സിലുണ്ടോ? അതുകൊണ്ടാണോ അവൾ തന്നിൽ നിന്ന് അകന്നു നിന്നത് എന്നൊക്കെ അവൻ ചിന്തിച്ചു പോയി. എന്നാൽ കരയുന്ന കുഞ്ഞിനെ വാരിയെടുക്കുന്നത് കണ്ടപ്പോഴാണ് അവൻ്റെ ശ്വാസമൊന്ന് നേരെ വീണത് പോലും. തനിക്ക് മുഖം തരാതെ തിരിഞ്ഞിരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കുന്നവളെ കണ്ടതും ഒന്ന് ചിരിച്ചുകൊണ്ട് യദു ചുളുങ്ങിയ തൻ്റെ ഷർട്ട് നേരെയാക്കി. എന്നാൽ ഇതേ സമയം ചുവന്നു തുടുത്ത മുഖവുമായി അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരിക്കുകയായിരുന്നു ആമി. പലപ്പോഴും ഏതൊരു ഭർത്താവിൻ്റെ അധികാരത്തോടെയും അവകാശത്തോടെയും തന്നെ ചേർത്ത് പിടിച്ചിട്ടും ഉമ്മ വെച്ചിട്ടുമുണ്ട്. എന്തിന്, താൻ ഡിസ്ചാർജ് ആകുന്നത് വരെ ഹോസ്പിറ്റലിലും അത് കഴിഞ്ഞ് വീട്ടിലും തൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ നോക്കിയതുമെല്ലാം അവൻ തന്നെയാണ്. പക്ഷേ ഇതുവരെ യദുവിൽ നിന്ന് ഇങ്ങനെയൊരുള്ള പ്രവൃത്തികളൊന്നും ഉണ്ടായിട്ടില്ല. പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ നീക്കത്തിലൊന്ന് പകച്ചുവെങ്കിലും അത് അവളും ഒത്തിരി ആസ്വദിച്ചിരുന്നു. അവൻ്റെ ഉമിനീരിപ്പോഴും തന്നിൽ തങ്ങി നിൽക്കുന്നത് പോലെ പ്രണയിക്കുന്നവൻ്റെ, തൻ്റെ ഭർത്താവിൻ്റെ, തൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ ഓരോ സ്പർശനവും അവളെ വിവശയാക്കി. ആ സമയത്തൊന്നും ഇരുളടഞ്ഞു വേദനിപ്പിക്കുന്ന ഭൂതകാലത്തിൻ്റെ ഒരു ചിത്രം പോലും അവളിൽ അവശേഷിച്ചിരുന്നില്ല.